പാകിസ്ഥാന്റെ ഗവൺമെന്റ് ഇപ്പോ പ്രോ ക്രിപ്റ്റോ ഗവൺമെന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനി ഗവൺമെന്റ് ഇപ്പോ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് ആയിട്ട് വരാണ്. അവരെ പവർ ഡിവിഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇലക്ട്രിസിറ്റി സബ്സിഡൈസ് ചെയ്യാതെ അവര് വില കുറച്ച് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എക്സസ് ആയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിൽ എക്സസ് ആയി വരുന്നത് അവര് നല്ല അട്രാക്റ്റീവ് റേറ്റ്സിന് അവര് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ക്രിപ്റ്റോ മൈനിങ്ങിന് മീൻസ് ക്രിപ്റ്റോ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് നല്ല അട്രാക്റ്റീവ് റേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോ ഇനി തൊട്ട് ക്രിപ്റ്റോ മൈനേഴ്സിന് ബിറ്റ്കോയിൻ മൈനേഴ്സ് ആണ് മൈനിങ് എന്ന് പറയുമ്പോൾ കുറച്ച് ടോക്കൺസ് ഉള്ളൂ മൈനിങ്ങിൽ വിടുന്നുണ്ട്. ബാക്കി ഭൂരിഭാഗ ടോക്കൺസുകളൊക്കെ പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറി കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അത് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് അല്ലെങ്കിൽ വേറെ പ്രൂഫ്സുകൾ ആയിട്ട് മാറി. അവരുടെ വാലിഡേറ്റ് മെക്കാനിസം തന്നെ മാറി, വാലിഡേഷൻ മെക്കാനിസം. പക്ഷെ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ മൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പാകിസ്ഥാനിൽ പോയി മൈൻ ചെയ്യാം നല്ല അഫോർഡബിൾ റേറ്റിൽ. ഒട്ടുമിക്ക എക്സ്പെൻസും ബിറ്റ്കോയിൻ മൈനേഴ്സിന് ക്രിപ്റ്റോ മൈനേഴ്സിന് വരുന്നത് ഈ മൈനിങ് കോസ്റ്റ് ഇലക്ട്രിസിറ്റി കോസ്റ്റ് ആണ്. അത് 60-70% വരുന്ന പറയുന്നത്. ഒരു വലിയ തുക നിങ്ങളുടെ പോവും നിങ്ങൾ മൈനർ ആണെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഇനി പാകിസ്ഥാനിൽ പോയിട്ട് ക്രിപ്റ്റോ മൈനിങ് നടത്താം. മീൻസ് അവര് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കേണ്ടവര് പ്രോ ക്രിപ്റ്റോ ഫ്രെയിം വർക്കുകൾ ഉണ്ടാക്കേണ്ടവര്. മീൻസ് അവര് പറയേണ്ടവര് പ്രോ ക്രിപ്റ്റോ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ റെഗുലേറ്ററി ഫ്രെയിം വർക്ക് കൊണ്ടുവരാന്ന് പറയുന്നത്, ലെജിസ്ലേഷനിൽ മാറ്റങ്ങൾ വരുത്താന്ന് പറയുന്നുണ്ട്. കാരണം ക്രിപ്റ്റോ അനുകൂലിക്കുന്ന രീതിയിൽ ആക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു നല്ല രീതിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്, മനസ്സിലായി. പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം, മൈനിങ്ങിന്റെ കാലഘട്ടം കഴിഞ്ഞൊരു കാലഘട്ടമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല എഫിഷ്യന്റ് രീതിയല്ല. എന്നാലും നമ്മള് എല്ലാവരും മീൻസ് പ്രോ ബിറ്റ്കോയിൻ ആൾക്കാരൊക്കെ, ഞാനല്ല, പ്രോ ബിറ്റ്കോയിൻ ആൾക്കാരൊക്കെ കൂടി ക്രിപ്റ്റോ മൈൻ ചെയ്യണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇവിടേക്ക് പോവാം. പാകിസ്ഥാനിൽ പോയിട്ട് നല്ല ലീസ്റ്റ് നല്ല അഫോർഡബിൾ റേറ്റിൽ മൈനിങ് നടത്താം. എന്തിനവിടേക്ക് പോകണമെന്ന് എനിക്കറിയില്ല, വേറെ കുറച്ച് സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് മാറാം. മനസ്സിലായോ? നിങ്ങളുടെ യുക്തി പോലെ നിങ്ങൾ പ്രവർത്തിക്കുക. പിന്നെ ആന്റണി പൊമ്പിലിയാനി പിന്നെ മൈക്കിൾ സെയ്ലറൊക്കെ എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിറ്റ്കോയിൻ, അല്ലെങ്കിൽ നമ്മളല്ല, ട്രംപിനോട് ബിറ്റ്കോയിൻ വാങ്ങി വെക്കാൻ പറയാണ്. മീൻസ് ട്രംപ് അല്ല, US ഗവൺമെന്റിനോട്. അപ്പൊ US ഗവൺമെന്റ് വാങ്ങി വെച്ചിട്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് വരും, സ്പാർക്ക് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി രാജ്യങ്ങളൊക്കെ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ റഷ്യ അബുദാബി അവരൊക്കെ ബിറ്റ്കോയിൻ വാങ്ങി വെക്കുന്നുണ്ടെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ കേട്ടത് റഷ്യ റിസർവ് സ്റ്റാറ്റസിലേക്ക് മാറ്റണല്ലേ വെച്ചിട്ട് വാങ്ങി വെക്കണ്ടോന്ന് വെച്ചാൽ ചിലപ്പോൾ വാങ്ങി വെക്കണ്ടാവാം. എന്താ വാങ്ങി വെച്ചിട്ട് കാര്യം എനിക്കറിയില്ല. പക്ഷെ അവർ വാങ്ങി വെക്കണില്ലാന്ന് ഞാൻ കേട്ടാ. പക്ഷെ അവർ ചിലപ്പോ വാങ്ങി വെക്കണ്ടോ വേറെ രീതിയിൽ സ്റ്റാറ്റസ് വെക്കണില്ലെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അമേരിക്ക ഗവൺമെന്റ് ഒരു $40 മില്യൺ വാങ്ങി വെച്ച മൈക്കിൾ സെയ്ലർ പറയുന്നത് അത് വലിയ ഗുണമായിരിക്കും. കാരണം പണ്ട് നമ്മൾ ലൂയിസിയാന $40 മില്യൺ എങ്ങോട്ടോ, മീൻസ് $40 മില്യൺ എങ്ങോട്ടോ നമ്മൾ ചെലവാക്കി ലൂയിസാനിക്ക്. എന്നിട്ട് നമ്മൾ ചെലവാക്കിയിട്ട് ആ നാട് നമ്മൾ എടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പൊ വലിയ ഗുണമായി എന്നൊക്കെയാണ് പറയുന്നത്. അതിപ്പോ ബിറ്റ്കോയിൻ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ഗുണം, ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. മീൻസ് ഡിജിറ്റൽ കറൻസിയുടെ ലോകത്ത്, മനസ്സിലായ ഒരു പുതിയൊരു യുഗം ആണെന്ന് പറയുന്നത്. അറിയില്ല, നമ്മൾ പറയുന്നത് മാത്രം നമുക്കറിയില്ല ഏത് അവിടേക്ക് പോകുന്നൊക്കെ ബിറ്റ്കോയിൻ. പക്ഷെ ബിറ്റ്കോയിൻ ആണ് മോസ്റ്റ് സക്സസ്ഫുൾ, മീൻസ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ പ്രൊജക്ട്. പക്ഷെ ഇതിന് ഡൗൺ സൈഡ് ഉണ്ട്. ബിറ്റ്കോയിൻ എന്താണ് ചെയ്യാൻ പറ്റാന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അതിന്റെ വാല്യൂ എന്നിട്ടാണ് അത് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മീൻസ് അത് ഒരു ഡിജിറ്റൽ ഗോൾഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അത് വിശ്വസിച്ച് നീങ്ങാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ പെട്രോ റിസർവ് ഒക്കെ വരുന്നതുകൊണ്ട് കാരണം ബിറ്റ്കോയിൻ റിസർവ്, ബിറ്റ്കോയിൻ പെട്രോ റിസർവ് ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ലോകം മുഴുവൻ ബിറ്റ്കോയിനിലാണ് പെട്രോൾ ഡീൽ ചെയ്യുക. അതൊക്കെ നല്ല മനോഹരമായ രീതികളാണെന്ന് നമുക്ക് പറയാം. പക്ഷെ എന്നാലും അതൊക്കെ വെറുതെ നമ്മളൊരു പ്രൊജക്റ്റിനെ ഒരു ടോക്കൺ എടുത്തിട്ട് ഏത് ടോക്കൺ ആവട്ടെ, അത്ര സ്കാർസുള്ള ഏത് ടോക്കൺ വേണമെങ്കിലും അത് റിപ്ലേസ് ചെയ്യാൻ പറ്റും. മനസ്സിലായേ ആ ഒരു ആക്ടിവിറ്റി. പക്ഷെ ഇത് സ്കാർസിറ്റി ഏതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് വേണമെങ്കിലും അങ്ങനെ ആ രീതിയിൽ റെപ്ലിക്കേറ്റ് ചെയ്യാം. ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ആണ്, എന്ത് വേണമെങ്കിലും എന്ത് പ്രോജക്റ്റ്. പക്ഷെ ഇതിന് ഡിമാൻഡ് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രം ഈ ഒരു പ്രത്യേക പ്രോജക്റ്റിന്. അതിന്റെ മൂല്യം കാണുന്നുണ്ട് ആൾക്കാർ താൽക്കാലത്തേക്ക്. തുലിപ്പൊക്കെ പോലെ മുമ്പ് കണ്ട് ഹൈപ്പുകൾ, മീൻസ് നമ്മള് ചെടി അങ്ങനെ കുറെ സാധനങ്ങൾക്കൊക്കെ നമ്മൾ ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായ നമ്മള് പല കാര്യങ്ങൾക്കും നമ്മൾ കണ്ടമാനം ഹൈപ്പ് കൊടുത്തിട്ടുണ്ട് പണ്ട്. നമ്മുടെ മാജിക്കൽ എഫക്ട് കാരണം കൊണ്ട് അത് വലിയ സംഭവം എന്ന് വെച്ചിട്ട് നമ്മൾ വീർപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്റർനെറ്റ് അതാ നോക്കുകയാണെങ്കിൽ, ഇന്റർനെറ്റ് ബൂമൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു സംഭവം എന്താ മാജിക്കൽ എഫക്ട് കൊണ്ടുവരുമെന്ന് വെച്ചിട്ടാണ് ആ ഒരു ബൂം വന്നത്. എന്നിട്ട് ഫസ്റ്റും ചെയ്തു അതിന് വലിയ രീതിയിൽ. മീൻസ് അങ്ങനത്തെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ
എക്സൈറ്റ്മെന്റ് കിടന്നു. ഇപ്പൊ എറ പോലെ തന്നെ 2001 ആ സമയത്തൊക്കെ ബൂം വന്നപ്പോ വലിയൊരു ബൂമാണ് നടന്നത്. അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വിജയിച്ചു വലുതാവും, വലിയ ടാഞ്ചിബിൾ എഫക്റ്റുകൾ ഉണ്ടാവും. ടാഞ്ചിബിൾ എഫക്റ്റുകൾ ഉണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു മാജിക്കൽ എഫക്ട് കിട്ടിയിട്ടില്ല എന്ന് മാത്രം. മാജിക്കൽ എഫക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരാശിനെ മുഴുവൻ കീഴടക്കി നമ്മുടെ എല്ലാ ജോലിയും എടുത്ത് അങ്ങനല്ലേ, അത് 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 പറന്നു പോയി ഇല്ലേ, അതൊക്കെ വെറും ഹൈപ്പാണ്. അത് ആൾക്കാർ വിശ്വസിക്കാനുണ്ട്, ആൾക്കാർക്ക് ഹൈപ്പാണ് ആവശ്യം. പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കണം, ബിറ്റ്കോയിൻ അതിന്റെ പൂർണ്ണ ഇതിലേക്ക് എത്തിയിട്ടില്ല, മീൻസ് മെയിൻ സ്ട്രീം അഡോപ്ഷനിൽ എത്തിയിട്ടില്ല. അത് പല രാജ്യങ്ങളും വേണ്ടാന്ന് വെക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോ ബിറ്റ്കോയിൻ ആൾക്കാർക്ക് വലിയ ഗുണമായിരിക്കും, പിന്നെ ക്രിപ്റ്റോ കറൻസി ആസ് എ ഹോൾ വലിയ ഉപകാരമായിരിക്കും. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. മനസ്സിലായി? പക്ഷെ നമ്മൾ മൈനിങ് അറിയുന്ന നമ്മൾ മാറി പോയി ഇപ്പൊ കുറച്ചു കാലമായി. പക്ഷെ എന്തായാലും ശരി, ഇപ്പോഴത്തെ കറന്റ് അഫയേഴ്സിൽ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ നിങ്ങൾക്ക് അറിവ് നേടാം. അപ്പൊ അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഇനി അടുത്ത വീഡിയോ വരാം. ശരി, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.